ഒരുപാട് അധികം കാര്യങ്ങൾ ഇവിടെ ഡിസ്കസ് ചെയ്യാനുള്ളത് കൊണ്ട് ഞാൻ വളരെ ചുരുക്കത്തിൽ പറഞ്ഞിട്ട് ഞാൻ ഈ ഡിസ്കഷനിലോട്ട് പോകാൻ കാരണം ഒരുപാട് ചോദ്യങ്ങളാണ് വരുന്നത്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് 1980 മുമ്പുള്ള മെമ്പർ പ്രൊഡക്ടിവിറ്റി അല്ലായിരുന്നു 1980 കഴിഞ്ഞിട്ട് കാരണം 6,105 പോകുന്നത്. ഇതിനെ ആരും നിഷേധിക്കില്ല. നമ്മുടെ റബ്ബർ പ്രൊഡക്ഷൻ വേൾഡ് ലെവലിലോ അല്ലെങ്കിൽ ഇന്ത്യ പ്രൊഡക്ഷൻ പ്രൊഡക്ടിവിറ്റി ലെവലോ വളരെയധികം കൂടിയത് 6,105. അപ്പൊ അങ്ങനെ അതിനേക്കാട്ട് ഉത്പാദന ശേഷിയുള്ള ക്ലോണുകൾ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉണ്ട്. അത് നാനൂർ സീരീസ്. ഇനി അടുത്ത ലെവൽ ഓഫ് ക്ലോൺസ് നമ്മൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് റബ്ബർ ഇൻസ്റ്റിറ്റ്യൂട്ട്. അപ്പൊ ആ ക്ലോണുകൾ നമ്മൾ പ്ലാൻ ചെയ്താൽ മാത്രമേ നമുക്ക് ഈ പറയുന്ന പ്രൊഡക്ടിവിറ്റി ടാർഗറ്റ് നമ്മൾ അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ ക്ലോണുകളെല്ലാം ഇപ്പോൾ ഉള്ള ഈ പറയുന്ന കാലാവസ്ഥയെ കുറിച്ച് പറഞ്ഞു ക്ലൈമറ്റ് ചേഞ്ച് വരുന്നുണ്ട്, പുതിയ രോഗങ്ങൾ വരുന്നുണ്ട്. ഇതിനെല്ലാം പ്രതിരോധ ശേഷിയുള്ള ക്ലോണുകൾ പ്ലാൻ ചെയ്താൽ മാത്രമേ നമുക്ക് പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത്ര മാത്രം ഞാൻ പറയുന്ന കാര്യം. കൂടുതൽ പോയിന്റ്സ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു. Farming operations. എല്ലാവർക്കും നമസ്കാരം. നമുക്ക് എല്ലാവർക്കും അറിയാം, കാലാവസ്ഥ വ്യതിയാനം എന്ന് പറയുന്നത് നമ്മുടെ മറ്റെല്ലാ വിളകളെ പോലെ തന്നെ റബ്ബറിനെയും സാരമായിട്ട് ബാധിക്കുന്നുണ്ട്. നമുക്ക് ആകെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാ കൃഷിപ്പണികളും കറക്റ്റ് സമയത്ത് തന്നെ ചെയ്യാനുള്ളതാണ് നമുക്ക് ഇതിനെ പ്രതിരോധിക്കാൻ പറ്റുന്ന. പിന്നെ കോസ്റ്റ് ഓഫ് കൾട്ടിവേഷൻ കുറയ്ക്കാനുള്ളത്, അത് നമുക്ക് റബ്ബർ ബോർഡ് തന്നെ കുറേ കാര്യങ്ങൾ നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷെ മിക്കവാറും നമ്മൾ ക്ലാസ്സുകളിലൂടെ പറയുന്നുണ്ടെങ്കിലും അത് കർഷകർ അത് അനുവർത്തിക്കാറില്ല. ഒരു ചെറിയ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ മിക്കവാറും ഫീൽഡിൽ പോകുമ്പോഴത്തേക്കും നമ്മുടെ റബ്ബർ തോട്ടം മിറ്റ് പഠിക്കുന്ന പോലെ അടിച്ചായിരിക്കും കിടക്കുന്നത്. ഒരിക്കലും നമ്മുടെ ഒരു കംപ്ലീറ്റ് ഇറാഡിക്കേഷൻ ഓഫ് ബീസ് നമ്മുടെ ഒരു റബ്ബർ തോട്ടത്തിൽ കൺസെപ്റ്റ് അല്ല. പിന്നെ അടുത്തതായിട്ട് ഫെർട്ടിലൈസർ നമ്മൾ പറയുന്നതിനേക്കാൾ ഒരു ഇരട്ടി അല്ലെങ്കിൽ ഒരു 3 times ഒക്കെയാണ് കർഷകർ നമ്മുടെ തോട്ടത്തിൽ അപ്ലൈ ചെയ്യും. അപ്പൊ നമ്മുടെ എല്ലാ കൾട്ടിവേഷൻ ഓപ്പറേഷൻസും കറക്റ്റ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു പരിധി വരെ കോസ്റ്റ് കുറയ്ക്കാൻ പറ്റും. ഒരു പർട്ടിക്കുലർ റബ്ബർ ഫീൽഡിൽ നിന്നുള്ള റബ്ബർ പ്രൊഡക്ഷൻ കൂട്ടിയെന്നാൽ മാത്രമേ ലാഭകരമായ റബ്ബർ കൃഷി മുമ്പോട്ട് പോകുള്ളൂ. ഒരു പർട്ടിക്കുലർ ഫീൽഡിൽ നിന്നുള്ള റബ്ബർ പ്രൊഡക്ഷൻ കൂട്ടണമെങ്കിൽ പെർ ട്രീ ഈൽഡ് ഇനി പെർ ട്രീ ഈൽഡ് ഒരു പരിധി കഴിഞ്ഞിട്ട് നമുക്ക് കൂട്ടാൻ പറ്റില്ല, അതിനൊരു ലിമിറ്റ് ഉണ്ട്. ഇനി അങ്ങനെ പെർ ട്രീ ഈൽഡ് നമുക്ക് അധികം വർദ്ധിപ്പിക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ ടാപ്പിംഗ് കോസ്റ്റ് അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കുറയ്ക്കുന്നത് വഴി നമുക്ക് റബ്ബർ കൃഷി ലാഭകരമാകും. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ആഴ്ചയിൽ 1 ടാപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അതിന് ഞാൻ 2 എക്സാമ്പിൾ, 2 എസ്റ്റേറ്റുകൾ കേരളത്തിലെ ഒരു എസ്റ്റേറ്റ് കഴിഞ്ഞ 10 വർഷം ആഴ്ചയിൽ 1 ടാപ്പ് ചെയ്യുന്നു. ക്ലോൺ 105ഉം 4,490 കൂടുതലും കഴിഞ്ഞ 10 വർഷമായിട്ട്, അതായത് ഒരു വർഷത്തിൽ 52 ടാപ്പിംഗ് കൃത്യമായിട്ട് ചെയ്യുന്നു. കഴിഞ്ഞ 10 വർഷമായിട്ട് പരാതികളില്ല, ലാഭം മാത്രം. ഇനി വേറെ സ്റ്റേറ്റ് അവർ ചെയ്തത് വീക്കിലി ടാപ്പിംഗ് ആണ്, പക്ഷേ ക്ലോണിനെ കുറിച്ച് പരാതി, ടാപ്പിങ്ങിനെ കുറിച്ച് പരാതി. പക്ഷേ അവരുടെ അടുത്ത് ഡീറ്റെയിൽഡ് അടിച്ചിട്ട് കാര്യങ്ങൾ ചോദിച്ചപ്പോൾ പറഞ്ഞത് അവർ വീക്കിലി ടാപ്പിംഗ് ചെയ്യുമെന്ന് പറഞ്ഞു. പക്ഷെ നിങ്ങൾ എത്ര വർഷം ഒരു പാനൽ ടാപ്പ് ചെയ്തെന്ന് അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ 7 വർഷമേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഒരു പാനല് അവർ D7 അല്ലെങ്കിൽ വീക്കിലി ചെയ്യുന്നു എന്ന് പറയുന്നു, പക്ഷെ 7 വർഷം കൊണ്ട് പാനല് തീർന്നു. അപ്പൊ അവർ ചില പോയിന്റ് അവിടെ ഹൈഡ് ചെയ്തു. ഒന്ന്, വീക്കിലി ടാപ്പിംഗ് ആണെങ്കിൽ 9+ 9 വർഷവും ചില്ലറയും ചില മാസങ്ങൾ നമുക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും. പക്ഷെ 7 വർഷം എന്ന് പറഞ്ഞപ്പോൾ ഒന്നെങ്കിൽ അവര് എടുക്കേണ്ട പട്ടം ഒത്തിരി കണത്തിൽ എടുത്തു കളഞ്ഞു, അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്തപ്പോൾ D2 D3 ഏതോ സിസ്റ്റത്തിൽ തുടങ്ങിയിട്ട് പിന്നെ D7 വന്നു. അങ്ങനെ ടാപ്പിംഗ് ഇറഗുലറായി. നമ്മുടെ രാജ്യത്ത് നോർത്ത് ഈസ്റ്റിലും അതുപോലെ നമ്മുടെ ട്രഡീഷണൽ ഏരിയയിലും ടാപ്പിംഗ് കാണുന്ന പ്രധാന വ്യത്യാസം, നമ്മുടെ നോൺ ട്രഡീഷണൽ ഏരിയകളിൽ ടാപ്പിംഗ് പ്രോപ്പർ റേഡിയസ് ടാപ്പിംഗ് ആണ് കൂടുതലും. ഞാൻ പല സ്ഥലങ്ങളിൽ ബെസ്റ്റ് ചെയ്യുന്നത് എനിക്ക് അറിയാവുന്ന. പക്ഷെ നമ്മുടെ കേരളത്തിലെ ഒരു പോയിന്റ് പ്രധാനപ്പെട്ട കാര്യം, അവർ അഡോപ്റ്റ് ചെയ്യുന്ന ടാപ്പിംഗ് സിസ്റ്റത്തിൽ പ്രിസ്ക്രൈബ് ചെയ്യുന്ന അത്രയും ടാപ്പിംഗ് ഡേയ്സ് കിട്ടുന്നില്ല.
ഉദാഹരണമായിട്ട് 52 ദിവസം ടാപ്പിംഗ് ഒരു വർഷം കിട്ടേണ്ടുന്ന പല എസ്റ്റേറ്റുകളിലും 45+ ആണ്. 52 എക്സാക്ട് ടാപ്പിംഗ്, അതായത് റബ്ബർ റെഗുലർ ആയിട്ട് ടാപ്പ് ചെയ്യുന്നതിനാണ് റബ്ബർ മരങ്ങളെ മെരുക്കി എടുക്കുക എന്ന് പറയുന്നത്. ആ ഒരു മെഡിക്കലിന് വിധേയമാക്കി റബ്ബർ മരങ്ങളെ കൊണ്ടുപോയെന്നാലേ ഉത്പാദനം സ്ഥായിയായിട്ട് മുമ്പോട്ട് പോകത്തുള്ളൂ. ഇങ്ങനെ നിങ്ങൾ അതിനെ പരിശോധിച്ചു, നിങ്ങളുടെ ഏറ്റവും നോക്കിക്കോളൂ. ഇപ്പൊ നിങ്ങൾ D3 ആണ് ഫോളോ ചെയ്യുന്നത് നോക്കുക ആണെന്ന് വിചാരിക്കുക. ആ D3 60/7 ആണെങ്കിൽ നിങ്ങൾക്ക് 104 ടാപ്പിംഗ് ഡേയ്സ് കിട്ടിയിരിക്കണം. അത് കിട്ടുന്നുണ്ടോ എന്ന് നോക്കി. അത് കിട്ടുന്നുണ്ടാവില്ല പലപ്പോഴും. ഇനി D4 ആണെങ്കിൽ നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്യുന്ന ഡേയ്സ് കിട്ടുന്നവരില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉത്പാദനത്തിൽ വ്യത്യാസം വരുന്നുണ്ട്. ബാക്കി കാര്യങ്ങൾ സംശയങ്ങളുള്ളത് നിങ്ങൾ ചോദിച്ച് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. താങ്ക് യു. ഡോക്ടർ റിജു പറഞ്ഞതെല്ലാം ടാപ്പിങ്ങുമായിട്ടാണ്. ഈ പറഞ്ഞതിന്റെ എല്ലാം ഉപജ്ഞാനമാണ് ഇരിക്കുന്നത് ഇപ്പോൾ. പക്ഷെ അദ്ദേഹത്തിനോട് ഒരു ചെറിയ എന്താണ് ടെക്നിക്കൽ ബ്രേക്ക് ആണ്. സോ വിൽ ജസ്റ്റ് സ്വിച്ച് ഓവർ. ഡോക്ടർ കെയിം തോമസ് ആണ് ഈ ലാറ്റക്സിന്റെ ഏറ്റവും കേരളത്തില് ഇന്ത്യയിലെ റബ്ബർ മേഖലയില് ടാപ്പിംഗ് മേഖലയിലുള്ള ഏറ്റവും എക്സ്പെർട്ടീസ് ഉള്ള അദ്ദേഹമാണ്. ഈ പറഞ്ഞ ലോ ഫ്രീക്വൻസിയുടെ ഒക്കെ ഉപജ്ഞാതാവ്. അറ്റ്ലീസ്റ്റ് ഇന്ത്യയിൽ അതാണ്. And he's also a plantation consultant now. Okay, if you have 3 minutes. ഗുഡ് ഈവനിങ്. ഞാൻ ഇന്നത്തെ മീറ്റിങ്ങിന്റെ തുടക്കം മുതൽ വള്ളത്തിലെ ആൾക്കാരുടെ മനസ്സിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന കാര്യങ്ങളെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടി ഇന്ന് നമ്മുടെ കയ്യിലുള്ള മരങ്ങളിൽ നിന്ന് നമുക്ക് ചെലവ് ചുരുങ്ങിയ രീതിയിൽ നല്ല രീതിയിൽ ദീർഘകാലത്തോടെ ഉത്പാദനമെടുക്കാൻ സാധിച്ചാൽ അത് 2 ഗ്രൂപ്പുണ്ട്. നമ്മുടെ MP പറഞ്ഞിട്ട് പോയി, നമ്മുടെ 40% മരങ്ങൾ സെനയിൽ ട്രീസാണ്. ആ മരങ്ങളുണ്ട്. അപ്പൊ ആ മരങ്ങളിൽ നിന്ന് നമുക്ക് കൂടി ഉത്പാദനം എടുക്കാനുള്ള മാർഗമുണ്ട്. അതേപോലെ തന്നെയാണ് തുടക്കം മുതൽ തന്നെ 1-ാം വർഷത്തെ ടാപ്പിംഗ് രജു സൂചിപ്പിച്ച പോലെ ഇടവേള കൂടിയ പല രീതിയിലുള്ള ഇടവേളകളുണ്ട്. ഓരോ കർഷകർക്കും അനുയോജ്യമായിട്ടുള്ള രീതിയിൽ ഇവിടെ എല്ലാം വരുന്ന ഒരു പ്രധാന ഘടകമുണ്ട്, ടാപ്പറിന്റെ ലഭ്യത. ഞാൻ ടാപ്പർ എന്ന് പറയുമ്പോൾ ടാപ്പിംഗ് എന്ന് പറയുന്ന തൊഴിൽ വളരെ വൈദഗ്ധ്യം നിറഞ്ഞ ഒരു തൊഴിലാണ്. അപ്പൊ വൈദഗ്ധ്യമുള്ള ഒരു ടാപ്പറിന്റെ അവൈലബിലിറ്റി എന്നുള്ളതാണ് ചോദ്യം. ഇവിടെ ഞാൻ കൃഷിക്കാരോട് ചെറുതായിട്ട് കുറ്റം പറയാൻ ആഗ്രഹിക്കുകയാണ്. ഒരു സിമ്പിൾ ഉദാഹരണം പറയാം. ഞാൻ പലരോടും ചോദിച്ചിട്ടുണ്ട്, ചേട്ടാ ടാപ്പിംഗ് ഉണ്ടല്ലോ? ഉണ്ട്. എന്താ ടാപ്പിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? 1 അല്ല 3 ദിവസം ഇരിക്കില്ല, പരമാവധി ഇരിക്കുന്നത്. ഇങ്ങനെ ഒരു ടാപ്പിംഗ് രീതി റബ്ബർ ബോർഡ് 2001 തുടങ്ങി. അത് കഴിഞ്ഞ് പിന്നീട് അത് വളരെ വിപുലീകരിച്ച് നിങ്ങളിലേക്ക് എത്തിച്ചു. എന്താ നിങ്ങൾ ഇതൊക്കെ ചെയ്യാതെ? അതെ, അവനെ വിട്ടുകൊടുത്താൽ ശരിയാവുക. ഇതാണ് പ്രശ്നം. അപ്പൊ നമ്മുടെ കേരളത്തിലെ റബ്ബർ കർഷകർ ഒരു പരിധി വരെ സെൽഫിഷ് മോട്ടീവോടെ അവന്റെ കയ്യിലുള്ള ടാപ്പറെ നല്ല കഴിവുള്ള ടാപ്പിംഗാണ്. എന്തുകൊണ്ട് ഇപ്പൊ എനിക്ക് ഒരു ബ്ലോക്കേ ഉണ്ടെങ്കിൽ നമ്മൾ 6 പേര് കൂടി 7 പേര് കൂടി ഈ വൈദഗ്ധ്യമുള്ളയാണ് 7 പേർക്ക് ഉപയോഗിച്ച് കൂടെ 7 ദിവസം ഉപയോഗിച്ചാൽ പോലെ. അപ്പൊ നമുക്ക് ഈ പറഞ്ഞ ഇടവേള കൂടി ലോ ഫ്രീക്വൻസിയുടെ വീക്കിലി ടാപ്പിംഗിന്റെ ഗുണമെടുക്കാൻ സാധിക്കുകയും നാടിനും ഗുണം, നമ്മുടെ തൊഴിലുകളിലേക്ക് ഗുണമുണ്ട്. കാരണം അവന് ഇടവേള കൂടി രീതി ചെയ്യുമ്പോൾ അവന്റെ ഒരു ദിവസത്തെ വരുമാനത്തിന് വർധനയ്ക്കുള്ള കുറച്ച് മാർഗങ്ങളും നമ്മൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. അപ്പൊ ഈ മാർഗങ്ങളും കൂടെ അവരെ അവലംബിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് ചെയ്തെടുക്കാവുന്ന ഒരു കാര്യമാണ്. എന്തുകൊണ്ട് കൃഷിക്കാരനെ കുറിച്ച് ചിന്തിക്കരുത്? നമുക്ക് വളരെ സിമ്പിളായിട്ട് നടത്തിച്ചെടുക്കാവുന്നതാണ്. വളരെ കർഷകർ ഓരോ പ്രദേശത്തുള്ള ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ ഏറ്റവും കൂടുതലുള്ള സ്റ്റേറ്റ് ആണ്. കൃഷിക്കാരെല്ലാം അടുത്തടുത്ത് താമസിക്കുന്നവരാണ്. പക്ഷെ അതൊന്ന് ചിന്തിച്ചാൽ മതി, നടപ്പാക്കാൻ സാധിക്കുന്ന നല്ലൊരു കാര്യമാണ്. അതൊരു നിർദ്ദേശമായിട്ട് പറയാനുള്ളത്. ഇതേപോലുള്ള മറ്റൊരു ഇതാണ് ഇപ്പൊ സിനേറ്റീസിന്റെ കാര്യം ഞാൻ സൂചിപ്പിച്ചത്. അവിടെ നിയന്ത്രിത കമഴ്ത്തുമെന്ന് പറയുന്ന ടാപ്പിംഗ് രീതി 1998 മുതൽ നമ്മുടെ ശുപാർശ ചെയ്തിട്ടുണ്ട്. കർഷകരിലേക്ക് ഞങ്ങളൊക്കെ ശ്രമിച്ചിട്ടുണ്ടാകുന്ന കാലത്ത് കൃഷിക്കാരിലേക്ക് ഈ പറഞ്ഞ രീതികളെല്ലാം എത്തിക്കാൻ വേണ്ടി ഒത്തിരി ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് പല രീതിയിൽ കൂടെ. എനിക്ക് ആകെ വിഷമം തോന്നിയ ഒരു കാര്യം, ഈ അടുത്ത സമയത്താണ് ഞാൻ അറിയുന്നത്, ഇന്ത്യൻ റബ്ബർ ബോർഡിലെ റബ്ബർ ഡിവിഷൻ കേന്ദ്രത്തിൽ ഇപ്പൊ ഈ ഒരു വിഭാഗത്തിന്റെ ഡിവിഷൻ നിലവിലില്ല. വളരെ കർഷകർക്ക് പ്രയോജനം കിട്ടേണ്ട ഒരു ഡിപ്പാർട്ട്മെന്റ് ഒരു ഡിവിഷൻ ഇപ്പൊ ഇല്ല എന്ന് കേട്ടത് വളരെ വിഷമമുണ്ട്. ഇപ്പം
രജുവിടെ വന്നു. രജു ഇൻചാർജാണ്. വേറൊരു ഡിവിഷൻ വർക്ക് ചെയ്യുന്ന ഒരാൾ ഇൻചാർജ് ആയിരിക്കും, അദ്ദേഹത്തിന് അധ്യക്ഷനായിട്ട് പരിമിതികൾ കാണും. അപ്പം ഞാനിത് എന്തുകൊണ്ടാണ് പറഞ്ഞാൽ ഇതിൽ ഈ നിയന്ത്രിത കമഴ്ത്തോട്ടം എന്ന് പറയുന്ന ക്യാപ്റ്റൻ രീതി അവലംബിക്കുന്നതിനകത്ത് ഇപ്പം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നടത്തിയ ഒരു പഠനത്തില് എത്രത്തോളം കൂടാതെ തന്നെ നമുക്ക് എഥിലിൻ വാതകം ഉപയോഗിക്കാൻ മാർഗമുണ്ട്. എഥിലിൻ വാതകം ചില ക്ലോണുകൾക്ക് പറ്റുന്നില്ല, പക്ഷെ പല ക്ലോണുകൾക്കും പറ്റുന്നതാണ്. എഥിലിൻ വാതകം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ ടാപ്പിൻ രീതി തന്നെ നമുക്ക് മാറ്റാം. സെൽഫ് ടാപ്പിനെ സൂചിപ്പിച്ചു. നമുക്കൊരു പഞ്ച് ചെയ്തൊരു സ്ട്രോ പോലെ ഒരു ചെറിയ പീസ് അവിടെ വെച്ചിട്ട് നമ്മുടെ പാത്രത്തിലേക്ക് നമ്മുടെ കപ്പിലേക്ക് പാത്രത്തിലേക്കാണ് ഒരു ടെക്നോളജി ഉണ്ട്. പക്ഷേ അവിടുത്തെ ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ചെറിയ കുറ്റിക്കകത്ത് വരുന്ന ചെറിയ കുറ്റി നമ്മുടെ കയ്യിൽ ചുമ്മാ വേണ്ടി ഒറ്റ കൈ പിടിച്ചോണ്ട് നടക്കാവുന്ന ഗ്യാസ് കുറ്റി നമുക്ക് ഇവിടെ ഇല്ല. ഇത് ഇമ്പോർട്ട് ചെയ്യുന്നതിനെ കുറിച്ച് ആലോചിച്ചപ്പോൾ ഏറ്റവും മിനിമം ഒരു കണ്ടെയ്നർ ഗ്യാസ് കുറ്റിയെങ്കിലും നമ്മൾ കൊണ്ടുവരണം. ഇതിന്റെ ലഭ്യതയ്ക്ക് അതൊക്കെ എനിക്ക് തോന്നുന്നെങ്കിൽ റബ്ബർ ബോർഡ് പോലത്തെ ഉള്ള നമ്മുടെ ഏജൻസികൾക്ക് അതിനകത്ത് എന്തെങ്കിലും റോൾ പ്ലേ ചെയ്യാൻ സാധിക്കുമെങ്കിൽ അങ്ങനെ ഈ പുതിയ കാര്യങ്ങളൊക്കെ അതിലേക്ക് കൊണ്ടുവന്ന് അങ്ങനെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിച്ചുകൊണ്ട് നമ്മുടെ നിലവിലുള്ള തോട്ടത്തിൽ 1000 കിലോ 1500 കിലോയിലേക്ക് കൂട്ടാനുള്ള മാർഗമാണ് ഇപ്പോൾ. അങ്ങനെ നമുക്ക് ചെലവ് ചുരുക്കാൻ സാധിക്കും. ഇടവേള കൂട്ടിക്കൊണ്ട് അവിടെ നമുക്ക് ചെലവ് ചുരുക്കാൻ സാധിക്കും. ഈ രീതിയിൽ കൂടെ നമുക്ക് ചെലവ് ചുരുക്കിക്കൊണ്ട് നമ്മുടെ സസ്റ്റൈനബിലിറ്റി ഉണ്ടാക്കിയെടുക്കുന്നതായിരിക്കാം നിലവിലുള്ള തോട്ടങ്ങളിൽ നിന്ന് അതിനെ മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള ഏറ്റവും നല്ല മാർഗം. ബാക്കി കാര്യങ്ങൾ നമ്മൾ ചർച്ചയിലേക്ക് എടുക്കാം.